ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൂക്കൾ നിറയെ ഉണ്ടാകാനായിട്ട് 3 ലിക്വിഡ് ഫെർട്ടിലൈസർ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നത് നോക്കാം. ഇന്ന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് ജാൻസി മാഡമാണ്. അതുപോലെ തന്നെ ജാൻസി മാഡത്തിൻ്റെ മകള് ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഹോംലി ടിപ്സ് എന്നാണ് പേര്. നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കുക. ഹായ്, ഞാൻ സാലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിറച്ച് പൂക്കൾ ഉണ്ടാവാൻ ചെടികളിൽ. അത് ചെടി നട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിറച്ച് പൂക്കൾ വേണം, അല്ലെങ്കിൽ നമുക്കതൊരു വിഷമമാണ് അല്ലേ. അപ്പോൾ അതേ വിഷമം തന്നെയാണ് എനിക്കും. അതുകൊണ്ട് തന്നെ ചെടികളിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാൻ പല രീതിയിലുള്ള വളപ്രയോഗങ്ങൾ പരീക്ഷിക്കുക എന്നല്ല, റിസൾട്ട് കിട്ടും. അങ്ങനെ റിസൾട്ട് കിട്ടിയ എൻ്റെ ചെടികൾ കാണുമ്പോൾ പൂക്കൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇത്രയും നിറച്ച് പൂക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അതുപോലെ റിസൾട്ട് കിട്ടുന്ന ഞാൻ ചെയ്യുന്ന 3 ലിക്വിഡ് ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് നമ്മൾ കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ 3 ലിക്വിഡ് ഫെർട്ടിലൈസറാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ചെടികളിൽ പൂക്കളിലാണെന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഇനി ഇതൊന്ന് ട്രൈ ചെയ്യണം. കാരണം ഇനി പൂക്കളുടെ സമയമാണ്. മഴയൊക്കെ ഏകദേശം മാറിയ പോലെയുണ്ട്. ചെടികളൊക്കെ നല്ല രീതിയിൽ ഉഷാറാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പല വീഡിയോസിലും പല ചെടികളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവയിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഞാൻ ഈ ഫെർട്ടിലൈസർ കൊടുത്തതിന് ശേഷം വന്ന മാറ്റങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് കണ്ടല്ലോ, നമ്മുടെ പിറ്റൂണിയ. ഞാൻ അന്നൊരു വീഡിയോ ചെയ്തതില്ലേ, നമ്മുടെ പിറ്റൂണിയെ രക്ഷപ്പെടുത്തിയെടുത്ത കഥ. അത് ആ വീഡിയോ കാണണം കേട്ടോ. ഇതേപോലെ ഉഷാറായിട്ടുണ്ട് എല്ലാ ചെടിയും. എനിക്ക് രക്ഷപ്പെട്ട് കിട്ടിയ ചെടികളിലെല്ലാം ഇതുപോലെ പൂക്കളായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള ചെടികൾക്കും ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് കേട്ടോ നിങ്ങളിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം നമുക്കിടെ പൂക്കളൊക്കെ ഒന്ന് കാണാം. ഇത് കണ്ടല്ലോ, നമ്മുടെ പിറ്റൂണിയ അടിപൊളിയായിട്ട് ഒരെണ്ണത്തിൽ വൈറ്റ്, അത് അന്ന് തന്നെ ഒരു വൈറ്റ് പൂ വിരിഞ്ഞിരുന്നു. പിന്നെ ഈ ചെടിയിൽ പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കളറാണ്. നല്ല എന്താ പറയുക, കട്ടയായിട്ടുള്ള, അതായത് നിറച്ച് പെറ്റൽസുള്ള ഒരു വയലറ്റ്, ഡാർക്ക് വയലറ്റ് എന്ന് പറയുന്ന കളറാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഒത്തിരി മുട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ പല വീഡിയോസിലും നിങ്ങൾക്ക് ഒത്തിരി ചെടികൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ ചെടികളിലൊക്കെ പൂക്കൾ കാണുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു ഇതെങ്ങനെയാണ് പൂക്കൾ ഉണ്ടാകുന്നതെന്ന്. ഇത് കണ്ടല്ലോ, ഈ മഴക്കാലത്തൊക്കെ ഇത് രക്ഷപ്പെട്ട് കിട്ടിയത് വളരെ പരിശ്രമത്തിൻ്റെ ഫലമാണ്. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കാര്യവുമാണ്. അപ്പോൾ ഈ ചെടികൾക്കൊക്കെയാണ് ഞാൻ ഈ ഇത്തരത്തിലുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. നമ്മളന്ന് നട്ട ജമന്തി വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണല്ലോ. അതുപോലെ നട്ടോളൂ കേട്ടോ. ഇതേപോലെ നട്ടതിന് ശേഷം ഈ ചെടികളിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം കണ്ടോ, ഒത്തിരി പൂക്കൾ വന്നിട്ടുണ്ട്. എനിക്ക് വളരെ സന്തോഷമാണ് ഇതൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട്. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതേപോലെ ഒന്ന് ചെയ്യാൻ നോക്കുക. ഇത് കണ്ടല്ലോ, നിറച്ച് പൂക്കളുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വാടിയതെല്ലാം ഞാനതൊന്ന് മുറിച്ച് കളഞ്ഞു കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ നടുക. അതിനുശേഷം ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഫെർട്ടിലൈസർ നിങ്ങളൊന്ന് പരീക്ഷിക്കുക. വളരെ ഈസിയാണ്. നമുക്ക് ഒരു ദിവസമാണ് ഒന്ന് ബുദ്ധിമുട്ടേണ്ട കാര്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും ഇത് ഇങ്ങനെ എടുത്ത് വളം നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് കണ്ടോ, ആന്തൂര്യത്തിലൊക്കെ നിറച്ച് പൂക്കളുടെ ഒരു ചെറിയ ചെടിയാണ്, പക്ഷെ എത്ര പൂക്കളാണെന്ന് നോക്കിയേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്ത ആ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ 19 നമ്മൾ മാസത്തിലൊരിക്കൽ 2 ദിവസമൊക്കെ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ അതിലുപരിയായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടല്ലോ, പൂക്കൾ കണ്ടോ. അപ്പോൾ പലരും ചോദിക്കും ഈ ചെടികളിൽ ഇതുപോലെ പൂക്കളുണ്ടാവാൻ എന്താണെന്ന്. അപ്പോൾ ഞാൻ പല വീഡിയോസിലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ പുതിയ ആളുകൾക്ക് ചിലപ്പോൾ ലിങ്ക് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഇതേപോലെ പൂക്കളുണ്ടായി കിട്ടുന്ന ഈ ഫെർട്ടിലൈസർ നമുക്കൊന്ന് നോക്കാം. എപ്പിസിയെ പോലെയുള്ള ഇതുപോലെയുള്ള ചെടികൾക്ക് ഇതുപോലെ ഒത്തിരി പൂക്കൾ വരാനായിട്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വളം തന്നെയാണ് നല്ലത്. ഒത്തിരി പൂക്കളുണ്ടായി കിട്ടും. നമുക്ക് എന്താ പറയുക, ചെടിയൊക്കെ നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരും. കണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ദൈനംദിനം ഉണ്ടാകുന്ന അരി കഴുകുന്ന വെള്ളം, അതുപോലെ കഞ്ഞിവെള്ളം, ഇതെല്ലാം ഞാനൊരു ബക്കറ്റിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നതിൻ്റെ തെളിയാണ് കേട്ടോ. ഈ തെളിയാണ് നമ്മൾ ഊറ്റി ചെടികൾക്ക് ഒഴിക്കുന്നത്. അതിനകത്ത് ചേർക്കുന്ന ഇതാണ് കപ്പലണ്ടി പിണ്ണാക്ക്, കപ്പലണ്ടി കൊപ്ര എന്നൊക്കെ പറയും. ഇത് ഞാൻ ഒരു ആഴ്ചയിൽ 2 പിടി ഈ ബക്കറ്റിലേക്ക് ഇട്ടതിന് ശേഷം
വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ അരിക്കാടിയും നമ്മുടെ കഞ്ഞിവെള്ളവും ഒഴിച്ചു കൊടുക്കും. ഒരു ബക്കറ്റായിട്ട് നിറച്ച് വെക്കും. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിതിൻ്റെ തെളി മാത്രം എടുത്ത് കുറേയും കൂടി വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. വീണ്ടും അതിൻ്റെ അടിയിൽ ഊറിക്കിടക്കുന്ന കൊപ്രയുടെയും കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ മട്ടുണ്ടാവുമല്ലോ, അതിനകത്ത് വീണ്ടും ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ വീണ്ടും പുതിയ കപ്പലിൻ്റെ പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലിൻ്റെ കൊപ്ര ഇതേപോലെ 2 പിടി ആഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചേർക്കുന്ന 2 പിടി കപ്പലിൻ്റെ പിണ്ണാക്ക് 2 പ്രാവശ്യം കൊണ്ട് 2 തവണയും കൊണ്ട് നമ്മൾ ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കാൻ നോക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ തെളിയെടുത്തതിന് ശേഷം കപ്പലിൻ്റെ പിണ്ണാക്കിട്ട് നന്നായിട്ട് ഇളക്കി തന്നെ വെക്കുക. വളരെ നല്ല ഇഫക്റ്റാണ്. ചെടികൾക്ക് ഒത്തിരി എന്താ പറയുക ഗുണം ചെയ്യുന്ന, ചെടികൾക്ക് ഒരു കേടും വരാതെ സൂക്ഷിക്കുന്ന വളമാണ്. മഴക്കാലത്ത് അധികം നമ്മളിത് ഒഴിച്ചു കൊടുക്കാതെ, ഇപ്പോൾ വേനൽക്കാലമാണ് വരുന്നത്. കണ്ടല്ലോ, ഇതേപോലെയുള്ള ഒരു ഫെർട്ടിലൈസർ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് കണ്ടല്ലോ, ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഞാൻ കുറച്ച് നമ്മുടെ വീട്ടിൽ ഡെയിലി ഉണ്ടാകുന്ന സവാളത്തൊണ്ട്, ഉള്ളിത്തൊണ്ട്, മുട്ടത്തോട് ഇതെല്ലാം കൂടി ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതേപോലെ ഇട്ട് നമ്മൾ ഒരു അര പാത്രത്തിൽ ഒരു പാത്രം വെള്ളം ഒഴിച്ച്, ഇപ്പോൾ നമുക്കറിയാം ഒരു 2 ദിവസത്തേക്ക് വേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇട്ട് വെച്ചിട്ട് നമ്മൾ നിറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുകയാണ്. പിന്നീട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കരുത്, കാരണം 2 ദിവസം തന്നെ അത് അടച്ചു വെച്ച് അത് ചീഞ്ഞ് കിട്ടുന്ന ലായനിയാണ് നമ്മൾ ചെടികൾക്ക് വെള്ളത്തിൽ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് കിട്ടുന്നത് വേറെ പാത്രത്തിൽ കളക്ട് ചെയ്ത് വെക്കുക. ഇതൊഴിച്ച് ചെടികൾക്ക് തീർത്തതിന് ശേഷം നമ്മളിതിൻ്റെ മട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ചീഞ്ഞ സവാളയുടെ തൊണ്ടൊക്കെ നമുക്ക് വലിയ ചട്ടികളിൽ മണ്ണ് മാറ്റി അതിനകത്ത് കുഴിച്ചിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അത് ശരിക്കും എല്ലാം അതിനകത്ത് ചീഞ്ഞ് അതിൻ്റെ എല്ലാ മൂലകങ്ങളും വെള്ളത്തിലിട്ട് വന്നു കഴിഞ്ഞാൽ ചെടികൾക്ക് ആവശ്യമായിട്ട് പൂവുണ്ടാവാനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മൂലകങ്ങളും ഈ ഉള്ളിത്തൊണ്ടിലും സവാളത്തൊണ്ടിലും മുട്ടത്തോട് അതുപോലെ പഴത്തൊലി ഇതുപോലെ ഇട്ട് വയ്ക്കാം. ഏത് പഴത്തിൻ്റെ തൊലിയായാലും ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്നിട്ട് വെച്ചാൽ ഈ വെള്ളവും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒത്തിരി എന്താ പറയുക ഗുണമാണ്. അതുപോലെ ചുവട്ടിലും സ്പ്രേ ചെയ്യണം കേട്ടോ. ചുവട്ടിലും ഒഴിച്ച് കൊടുക്കണം, അതിൻ്റെ ഇലകളിലും തണ്ടിലും ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത് ഇട്ട് വെച്ചതിന് ശേഷം ഒരിക്കലും തുറന്ന് വെച്ചേക്കരുത് കേട്ടോ. ഒരു ബാഡ് സ്മെല്ലുണ്ട്. അത് മാത്രമല്ല ഈച്ചകളും പുഴുക്കളും ഒക്കെ ഒത്തിരി വരും. പിന്നെ മൂടി വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ചീയൽ പ്രക്രിയ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇട്ട് വെച്ചതിന് ശേഷം നിറച്ച് വെള്ളം ഒഴിക്കുക ഒരു ജാറിൽ. അതിന് അളവൊന്നുമില്ല. എന്നാലും നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇടുന്നു, അതിനകത്ത് കുറേ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നു. ഇത് എടുത്തു കഴിയുമ്പോൾ അരിച്ചിട്ട് വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടച്ചു വെച്ചിട്ട് തന്നെ ഇത് സൂക്ഷിക്കുക. ഇതൊരു വളരെ ഗുണം ചെയ്യുന്ന ഒരു വളമാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് കണ്ടല്ലോ, ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചാണകം എടുത്തിട്ടുണ്ട്. പച്ച ചാണകമാണ്. നിങ്ങൾക്ക് ഉണക്ക ചാണകം അതിലെടുക്കാം കേട്ടോ. വെള്ളത്തിൽ അത് കുതിർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണമെല്ലാം കിട്ടിക്കോളും. അപ്പോൾ എനിക്കിവിടെ പച്ച ചാണകം കിട്ടുന്നത് കൊണ്ട് ഞാൻ പച്ച ചാണകമാണ് എടുത്തിരിക്കുന്നത്. ഒരു പാത്രത്തിൽ ഒരു കിലോയുടെ അടുത്തുള്ള ഉണ്ടാവും, ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ്. ആ പച്ച ചാണകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 2 പിടി എല്ലുപൊടി കണ്ടല്ലോ, എല്ലുപൊടി ആഡ് ചെയ്യുക. അതുപോലെ നമ്മുടെ കയ്യിൽ നമുക്ക് അവൈലബിൾ ആണ് കപ്പലിൻ്റെ പിണ്ണാക്കും. ഇതുപോലെ വീട്ടിലുണ്ടെങ്കിൽ ഒരു പിടി കപ്പലിൻ്റെ പിണ്ണാക്കും കൂടി ഇതിനകത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് വെള്ളം ഒഴിച്ച് ശരിക്കും ഒരു 3 ദിവസം എങ്കിലും നമ്മൾ നന്നായിട്ട് അടച്ച് വെച്ച് അതിൻ്റെ തെളിയും കൂടി ഒന്ന് ഇളക്കി, ഓരോ ദിവസം നമ്മൾ ഇളക്കണം കേട്ടോ. ഇളക്കി അതിൻ്റെ തെളിയും കൂടി നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമുക്ക് എപ്പോഴും 19 നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ നമ്മളെപ്പോഴും രാസവളങ്ങൾ നമ്മൾ കാണുന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഇതേപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് വളമാക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി മൂടി വയ്ക്കുക. നല്ല മൂടിയുള്ള പാത്രത്തിൽ തന്നെ ഇത് വെക്കാൻ നോക്കണം. പഴയ ബക്കറ്റ് മതി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു ബേസിനിൽ ചെയ്തതാണ്. അപ്പോൾ നന്നായിട്ട് മൂടി വെച്ചിട്ട് ഓരോ ദിവസവും ഒന്ന് ഇളക്കി 3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ തെളി മാത്രം എടുക്കുക. വീണ്ടും തെളി എടുത്തതിന് ശേഷം അതിൻ്റെ മട്ടിൽ കുറേയും കൂടി വെള്ളം ഒഴിച്ച് വീണ്ടും 3 ദിവസം നമ്മളിതുപോലെ പുളിപ്പിക്കാൻ വെക്കുക. അത് നമ്മൾ ഡെയിലി ചെയ്യുമ്പോൾ നമുക്കറിയാം അതെന്താണ് എങ്ങനെയാണെന്ന് അതിൻ്റെ ഒരു പ്രക്രിയ നമുക്കറിയാൻ പറ്റും. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ചെയ്തു പൊക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് ഇത് ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, പച്ചക്കറികൾക്ക്, പച്ചമുളകുകൾക്ക്, അങ്ങനെ എല്ലാ ചെടികൾക്കും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യൂ. അതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴേ നമ്മൾ ഡെയിലി ഒഴിച്ചു കൊടുക്കരുത് ഈ വളം. ഒരു കാരണവശാലും ഡെയിലി ഒഴിച്ചു കൊടുക്കരുത്. കണ്ടല്ലോ, ഇതുപോലെ ഗ്രൗണ്ട് ഓർക്കിഡുകളൊക്കെ നല്ല രീതിയിൽ പൂവുണ്ടായി കിട്ടുന്നത് കണ്ടോ. അത് ഞാൻ ഇതേപോലെയുള്ള ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഇവയ്ക്ക് കൊടുക്കുന്നത്. കാരണം ഇവയ്ക്ക് മണ്ണിൽ വീണ്ടും വളമിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇതേപോലെയുള്ള ലിക്വിഡ് ഫെർട്ടിലൈസർ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കേട്ടോ.
ഇതുപോലത്തെ വളം നമ്മൾ കൂടുതൽ എല്ലാ ഡെയിലിയും ഒഴിച്ചു കൊടുത്ത ചെടികളൊക്കെ ചീഞ്ഞു പോകും. ഹെൽത്ത് ഇല്ലയെന്ന് കണ്ടാൽ മാത്രം ആഴ്ചയിൽ ഒരു ദിവസം, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയുള്ള പ്ലാന്റ് ആണെങ്കിൽ പൂ ഉണ്ടാവുന്നത് വരെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇതേപോലെ ഉള്ള വളം മാറി മാറി, എല്ലാം ഒരുമിച്ച് ചെയ്യരുത്. നമ്മൾ ഏതായാലും ഏത് വളമാണ് ചേർക്കുന്നത് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഇതേപോലെയുള്ള ജൈവവള ഫെർട്ടിലൈസർ ലിക്വിഡ് രൂപത്തിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കൂടുതലാവാനും നോക്കരുത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ചെടികളുടെ വലിപ്പവും ചെടികളുടെ ആ ഒരു ഇതൊക്കെ കണ്ടിട്ട്, ഹെൽത്തൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഫെർട്ടിലൈസറുകളാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളൊരു സന്തോഷമുള്ള വാർത്ത അറിയിക്കുന്നു. എൻ്റെ മകൾ ഒരു കുക്കിംഗ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഹോംലി ടിപ്സ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങളെല്ലാവരും അത് യൂട്യൂബിൽ കാണാൻ ശ്രമിക്കണം. അതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ വേണം, പ്രോത്സാഹനം വേണം. ഈ ചെടിയെ സ്നേഹിച്ചതുപോലെ, അല്ലെങ്കിൽ എൻ്റെ പൂക്കളെ, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ കുക്കിംഗ് ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. വീണ്ടും നല്ല ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.